ശ്രീ കേണൽ എസ് ഡിന്നി കെ സുരേന്ദ്രനാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ PM ശ്രീ നടപ്പാക്കിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക സന്തോഷമാണ് എന്ന്. ആ പ്രത്യേക സന്തോഷം അനുഭവിക്കാൻ പോവാണോ? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു പദ്ധതി കേരളത്തിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ കുട്ടികൾക്ക് അർഹതപ്പെട്ട അവർക്ക് വേണ്ട രീതിയിലുള്ള ഏത് രീതിയിലാണ് എഡ്യൂക്കേഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്നത് ആ രീതിയിലേക്ക് വരുന്നു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ സന്തോഷം. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇപ്പൊ നേരത്തെ ശ്രീ അഭിലാഷ് മാറി മാറി ചോദിച്ചു രണ്ടുപേരെടുത്തും, പക്ഷെ അവർക്ക് ന്യായീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങ് ചോദിച്ച ചോദ്യം തന്നെ ന്യായീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ന്യായീകരിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്, നേരത്തെ ശ്രീ ഷാക്കിർ പറഞ്ഞ പോലെ LDF ഗവൺമെന്റ് സമയത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഇത് നല്ലൊരു പദ്ധതിയാണെന്ന്. പക്ഷെ അവരെല്ലാം പ്രഷർ വന്നു. അന്ന് പ്രതിപക്ഷത്തിരുന്നിരുന്ന ശ്രീ VD സതീശനും മറ്റു ആളുകളും എല്ലാം അത്രമാത്രമായിട്ടുള്ള നറേറ്റീവ് സൃഷ്ടിച്ചു. അതായത് കാവ്യവൽക്കരിക്കാൻ പോവുകയാണ്, ആ രീതിയിലേക്കുള്ള ഒരു കാര്യം വന്നു. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഇതിന്റെ സിലബസ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇപ്പോൾ ഈ PM ശ്രീ സ്കൂളുകൾ വന്നാലും മറ്റ് ഗവൺമെന്റ് സ്കൂളുകൾ വന്നാലും ഒരേ സിലബസ് ആയിരിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. അപ്പൊ എവിടാണ് ഈ കാവ്യവൽക്കരണം? സ്കൂളുകൾ തീരുമാനിക്കുന്നത് ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ്. അതും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവര് ഇല്ലാത്ത ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക, ആ ശത്രുവിനെ കാണിച്ചിട്ട് ഒരു ഭയം സൃഷ്ടിക്കുക, ആ ഭയത്തിലൂടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നു ഇത്. ആ ടാക്ടിക്സ് ആണ് പൊളിഞ്ഞു വീഴുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതിന് ഈ എനിക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതിന് പകരം അവർ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് അലശ്ശേരി മറ്റു സ്ഥലത്തായാലും അവർക്ക് ന്യായീകരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഒരു ഫാൾസ് നറേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. നോക്കൂ, NEP 2020 ആണല്ലോ ഇവരുടെ പ്രശ്നം. കേരളത്തിൽ NEP 2020 പല കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞില്ലേ? അത് LDF ഗവൺമെന്റ് സമയത്ത് അത് ചെയ്തില്ലായിരുന്നോ? അപ്പൊ പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതല്ല. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ PM ശ്രീ എന്നുള്ളൊരു പേരും ആ PM ശ്രീയിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ള എന്തൊക്കെയോ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി, അവിടെ മാറ്റി, ഇവിടെ മാറ്റി. അതായത് പറഞ്ഞ ഇതൊന്നും ആർക്കും ഒന്നും അറിയുന്നില്ല. സിലബസ് എന്താണെന്നോ കരിക്കുലം എന്താണെന്നോ ബ്രോഡ് ഗൈഡ് ലൈൻസ് എന്താണോ എന്നൊന്നും അറിയാതെ ഒരു നരേറ്റീവ് അങ്ങ് സൃഷ്ടിച്ചു. ഇപ്പൊ വന്നിട്ട് പറ്റി നമ്മുടെ സാധാരണക്കാരെ കുട്ടികൾ, ആ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിന് 1 കോടി രൂപ വരെ കിട്ടുന്ന ആ ഒരു പദ്ധതി കഴിഞ്ഞ 5 വർഷമായിട്ട് കിട്ടാതെ പോയി അല്ലെ? മറ്റു സംസ്ഥാനങ്ങളെല്ലാം, ഈവൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരെ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇല്ലാത്ത പ്രശ്നമാണോ കേരളത്തിലുള്ളത്? അതൊന്ന് ആലോചിച്ച് നോക്കുക. LDF ഗവൺമെന്റ് നന്നായിട്ട് അറിയാമായിരുന്നു, പിണറായി സർക്കാർ നന്നായിട്ട് അറിയാമായിരുന്നു ഇത് ബെനിഫിഷ്യൽ ആണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയത്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ 3ാം സർക്കാരും പിണറായി സർക്കാർ വന്നിരുന്നെങ്കിൽ അത് അവർ 100% അവർ ഇംപ്ലിമെന്റ് ചെയ്താൽ അത് ആ രീതിയിൽ തന്നെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം കെപ്റ്റ് ഇൻ അബയൻസ് ആയിരുന്നു. അവർക്ക് വേണമെങ്കിൽ പറയില്ല ഞങ്ങൾ ഇനി ഇതില്ല എന്ന് പറഞ്ഞത്. കെപ്റ്റ് ഇൻ അബയൻസ് ആണ് അവർ ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് സൈൻ ചെയ്യുക, MOU സൈൻ ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെലക്ഷൻ ഓഫ് സ്കൂൾ. അതിന് കോമ്പറ്റീഷൻ ബേസ്ഡിലാണ്. മൂന്നാമത്തേത് എന്താണ്? അത് കഴിഞ്ഞിട്ട് അതിനെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. ഇതാണല്ലോ. ഇനി ഇപ്പം ഈ UDFന്റെ ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്തിട്ട് പറയുമ്പോഴാണ് ഞങ്ങൾ കാവ്യവൽക്കരിക്കാത്ത രീതിയിലേക്ക് ചെയ്യുന്നു. ഒന്നും ചെയ്യാനില്ല. ഈ സബ് കമ്മിറ്റിക്ക് ഇനി ചെയ്യാനുള്ളത് സ്കൂളുകൾ സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ലിസ്റ്റ്. അത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത്. സിലബസ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? അതും സംസ്ഥാന സർക്കാരാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് കാരണം, ഈ പൊളിറ്റിക്സ് കാരണം ശ്രീ അഭിലാഷ്, നമ്മുടെ കുട്ടികളാണ് ഈ 5 വർഷം കിട്ടാനുള്ള ആ ഫെസിലിറ്റീസ് കിട്ടാതെ പോയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ LDF ഉം UDF ഉം പാർട്ടീസ് തന്നെയാണെന്ന് യാതൊരു സംശയമില്ല. ശരി.